മർക്കോസിന്റെ മാളിക മുറി. സ്തോത്രം അല്ലേ? ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായമാണെന്ന് തോന്നുന്നു. നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഞാൻ എടുത്തോളാം, അവിടെ എടുക്കണമെന്നില്ല. ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായിരിക്കും കാലം. അപ്പോൾ അവര് മഹാപുരോഹിതന്മാരായിട്ടിരിക്കുമ്പോൾ അവരുടെ വിശ്വാസം അവിടെയാണ് വലിയ റിവൈവൽ സംഭവിക്കാൻ പോകുന്നെന്ന്. പക്ഷെ റിവൈവൽ അവിടെ സംഭവിച്ചില്ല. റിവൈവൽ സംഭവിച്ചത് മർക്കോസിന്റെ മാളിക മുറിയിൽ കാത്തിരുന്നവരുടെ. സ്തോത്രം. അപ്പോൾ ഞങ്ങളാണ് സഭ, ഞങ്ങളുടെ സഭയാണ് പെർഫെക്റ്റ് എന്ന് ഓർത്തിരുന്നവരുടെ മേൽ ഒരു അഭിഷേകവും ഇറങ്ങിയില്ല. അവര് എന്ന് പഠിക്കുന്ന പോലെ കൈ പഠിച്ച് അവര് പോയി. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞ വാഗ്ദത്തത്തെ കാത്തിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. പഴയ നിയമത്തിൽ നമ്മൾ മാലാഖി പ്രവചനം വരെ നോക്കിയാൽ പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ് എന്ന് നമ്മൾ കൂടുതൽ കാണുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കയറുന്നവിടം മുതൽ പരിശുദ്ധാത്മാവെന്ന് കാണാൻ തുടങ്ങും. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ഉം 2-ഉം അധ്യായം വായിക്കുമ്പോൾ തന്നെ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി, മറിയ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി, യോഹന്നാൻ സ്നാപകൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, ദൈവത്തിന്റെ ആത്മാവ്. അവിടെ എല്ലാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് വ്യക്തമായി പറയാൻ തുടങ്ങി. എപ്പോഴും ഒരു വലിയ മഴയ്ക്ക് മുമ്പ് ഒരു ചെറിയ ഇടിമുഴക്കവും മേഘവും കടന്നു വരുന്നത് പോലെ, ഒരു വലിയ ഉണർവിന് മുൻപ് ഹൃദയത്തിനകത്ത് ഒരു ആത്മീയ ദാഹവും പരിശുദ്ധാത്മാവിന്റെ ചെറിയ പ്രവർത്തനങ്ങളും ആളുകൾ കാണാൻ തുടങ്ങും. പ്രവാചകൻ മലയുടെ മണ്ടയിൽ കയറിയിരുന്ന് നെഗടക്കോട്ട് തല വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഏലിയ പ്രവാചകൻ. അത് പ്രാർത്ഥിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഗേഹസിയാണ് എന്ന് വിശ്വസിക്കുന്നു, പോയി നോക്കാൻ പറഞ്ഞു. യജമാനനെ ഒന്നും കാണുന്നില്ല. 7-ാം വട്ടം പോയപ്പോൾ കൈപ്പത്തിയോളം ഒരു മേഘം കണ്ടോ. അത് കണ്ട ഉടനെ പ്രവാചകൻ വിശ്വസിച്ചു. എന്നിട്ട് പറഞ്ഞു, വലിയൊരു മഴയുടെ മുഴക്കം ഞാൻ കേൾക്കും. രാജാവിനോട് പറഞ്ഞു, നീ രഥം പൂട്ടി പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഈ പ്രവാചകൻ രഥത്തിന്റെ മുൻപേ ഓടി. പ്രവാചകന് വേണമെങ്കിൽ രഥത്തെ കയറത്തില്ലായിരുന്നോ? രാജാവും പ്രവാചകനും അടുത്തടുത്തല്ലായിരുന്നോ? എന്നാൽ പ്രവാചകൻ രഥത്തെ കയറിയില്ല, അവൻ രഥത്തിന് മുൻപിൽ ഓടി. എന്തോ ഒരു ഓട്ടവാ അല്ലേ? കാത്തിരിക്കുന്നവർ ശക്തിയെ, ഇംഗ്ലീഷ് എങ്ങനെ പറയുന്നത്, മലയാളത്തിൽ എങ്ങനെ പറയുന്നത്? കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ ചിറകടിച്ച് ഉയരും, അവർ ഓടും, വീഴുകയും നടക്കും. എവിടെ പറയുന്നേ? ഒന്നെടുത്തേ. സ്തോത്രം. കിട്ടിയോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം. അത് മലയാളത്തിൽ ഒന്ന് വായിച്ചേ. 31-ാം വാക്യം. ആ ആ ആ ആ ആ കണ്ടോ അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് ഇവിടെ നിന്നപ്പോൾ പെട്ടെന്ന് സംസാരിച്ച കാര്യം പറയുന്നത്, കൊണ്ടുവന്ന മെസ്സേജ് അല്ലിത്. അവിടെ പറയുന്നു, യഹോവയ്ക്കു വേണ്ടി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹോവയ്ക്കു വേണ്ടി, യഹോവയുടെ പ്രവൃത്തിക്ക് വേണ്ടിയാൽ അവൻ എന്ത് ചെയ്യും? നമ്മുടെ ശക്തിയെ പുതുക്കും. അതിനുശേഷം പറയുന്നു അവരെന്ത് ചെയ്യും? കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറക്കും. കഴുകനെ കുറിച്ച് പറയുന്നത്, കഴുകൻ കുറച്ചു നാൾ കഴിയുമ്പോൾ കഴുകന്റെ ചിറക് മുഴുവൻ, ചിറകല്ല ഈ പപ്പ് മുഴുവൻ പറഞ്ഞു പോവും. കഴുകൻ കൊത്തി തന്നെ മുഴുവൻ പറിച്ചു കളയും. ഇങ്ങനെ മുഴുവൻ കൊത്തിക്കളയും. കൊത്തിക്കളഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? പുതിയ കൂട അല്ലെങ്കിൽ പപ്പ ഉണ്ടായി വരും. അപ്പോൾ കഴുകൻ ഓടും, പിന്നെ നീ നടക്കും. എല്ലാത്തിൽ നിന്നും വിഭിന്നമായിട്ട് പറയുന്ന ഒരു പ്രത്യേകത നമ്മളിവിടെ കാണുന്നേ ഉണ്ടോ? എല്ലാത്തിലും വിഭിന്നമാണ്. സാധാരണ ഫ്ലൈറ്റ് പതുക്കെ റൺവേക്കോട് ഓടി നടന്ന് ടാക്സി ചെയ്ത് സ്പീഡായി കഴിയുമ്പോൾ ഇത് പറയുന്ന നേരെ തിരിച്ചാ. കാത്തിരിക്കുന്നവർക്കുള്ള പ്രത്യേകത, അവർക്ക് നടന്നിട്ടല്ല അവർ ഓടുന്നതും പറക്കുന്നതും. കാത്തിരിക്കുന്നവർ ചെയ്യുന്ന എന്തുവാ? നേരെ പറക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഒരു പ്രത്യേക റെവലേഷനായത്. കാത്തിരിക്കുന്നവർക്കുള്ള പ്രത്യേകത, യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ അവർ സാധാരണ രീതിയിലല്ല അനുഗ്രഹിക്കപ്പെടുന്നത്. യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ വളർച്ച പ്രാപിക്കുന്നത് സാധാരണഗതിയിലല്ല. യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ അഭിഷേകം കിട്ടുന്നതും ഉപയോഗിക്കപ്പെടുന്നത് സാധാരണ രീതിയിലല്ല. യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഒറ്റ ദിവസം കൊണ്ട് രൂപാന്തരം പ്രാപിച്ച് അവർ പറക്കുവാൻ തുടങ്ങും. അവർ നാളുകൾ പറന്നു കഴിയുമ്പോൾ അവർ ഓടുവാൻ തുടങ്ങും. ഓടി കുറച്ചു നാൾ കഴിയുമ്പോൾ അവർ നടക്കുവാൻ. സ്തോത്രം. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിനൊരു മാറ്റം ഉണ്ടാകണം. നമ്മുടെ കാഴ്ചപ്പാടി സാധാരണ നമ്മൾ പ്രാർത്ഥിച്ച് ഇരുന്നു, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി ഒന്ന് മെച്ചപ്പെട്ടു, കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെട്ടു, നമ്മൾ അങ്ങനെ നമ്മുടെ ചിന്ത പോകുന്നു. എന്നാൽ ഇവിടെ പറയുന്ന അങ്ങനല്ല. യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ ചിറകടിച്ച്, കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറക്കും. സ്തോത്രം. ആരും ഉറങ്ങരുത് കേട്ടോ. ഉറക്കം വരുന്നവര് ഇങ്ങനെ രണ്ടടി അടിക്കുക, അപ്പോഴത്തേന് ഉറക്കം പോവും. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാത്തിരിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് വളരെ മനസ്സിലാക്കിയാലേ നമുക്ക്, ചിന്തിച്ചാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ആളുകൾ സാധാരണ പറയുന്നൊരു കേട്ടിട്ടുണ്ടോ? നമ്മൾ പറയുന്ന സാധാരണ കേട്ടിട്ടുണ്ട്, ഓ സ്റ്റേജോലോട്ട് കയറി നിന്നാ ഭയങ്കര ദൂതും വെളിപ്പാടുക, പുറത്തോട്ടിറങ്ങി വന്ന ഇയാളുടെ സ്വഭാവം എന്നതാണ്. കേട്ടിട്ടില്ലേ? ഉണ്ടോ? നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആർക്കെങ്കിലും? ഇവിടെ കയറി നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ശുശ്രൂഷിക്കുമ്പോൾ ഭയങ്കര ആത്മശക്തി, നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മളൊരു പഴയ മനുഷ്യൻ. പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, അങ്ങനല്ല, നമ്മൾ എപ്പോഴും ആത്മശക്തിയിലാണെന്ന്. വ്യത്യാസമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അവൻ എന്തിനാ വന്നേ? സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നമുക്ക് ബോധ്യം വരുത്താൻ. അവൻ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അവൻ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കും, വേണം, വേണ്ട, ചെയ്യണം, ചെയ്യണ്ട. എന്നാൽ പലരുടെയും കുഴപ്പം, ഈ പരിശുദ്ധാത്മാവിനെ ആരും അംഗീകരിക്കത്തില്ല, അനുസരിക്കത്തുമില്ല. എല്ലാവർക്കും വേണ്ടത് അകത്തുള്ളവനെ അല്ല, എല്ലാവർക്കും വേണ്ടത് പുറത്തു വരുന്ന ശക്തിയെയാണ്. എല്ലാവരും നോക്കുന്നത്, ഞാൻ കൈവെക്കുമ്പോൾ ആളുകൾ വീഴണം, രോഗികൾ സൗഖ്യമാകണം, മരിച്ചവർ ഉയർക്കണം, ദൂതുകൾ പറയണം. എല്ലാവരുടെയും ആഗ്രഹം അതാണ്. എന്നാൽ അകത്തുള്ളവനുണ്ട്. പരിശുദ്ധാത്മാവ് തന്നെ അകത്തും പുറത്തും. പക്ഷേ അകത്തുള്ളവൻ അകത്തിരുന്നു കൊണ്ട് നമ്മളോട് പറയും, ഇന്ന് നീ പ്രാർത്ഥിച്ചോ, ഇന്ന് നീ സുവിശേഷം പറഞ്ഞോ, നീ പാപം ചെയ്ത് തെറ്റായി പോയില്ലേ, നീ ക്ഷമ ചോദിച്ചോ. ഇത് പറയുമ്പോൾ ഇവനോട് അങ്ങോട്ട് ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാ. എന്നാൽ ആളുകളുടെ ആഗ്രഹം സ്റ്റേജിലോട്ട് കയറി നിന്നാൽ അപ്പോൾ തന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാര്യങ്ങൾ നടക്കണമെന്നാ. അപ്പോൾ എന്താ വ്യത്യാസം? പലപ്പോഴും ഒരു ചോദ്യം, ഒരുവന്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടെങ്കിലും കർത്താവ് പ്രവർത്തിക്കുവോ? പ്രവർത്തിക്കും. അതെങ്ങനെ? ഇടാ,
നിന്റെ കൃപകളും കൃപാവരങ്ങളും അല്ല നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. അല്ല. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഒരാൾ ഭയങ്കര കൃപാവര ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് ആ വ്യക്തി കർത്താവിനെ എടുത്തു പോകും. നമുക്ക് പറയാൻ പറ്റത്തില്ല. കർത്താവുമായിട്ട് പേഴ്സണലായിട്ടൊരു ബന്ധം വേണം. സ്തോത്രം. ആ ബന്ധമുള്ളവനെ കർത്താവിന് ആവശ്യം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അന്നത്തെ അന്ത്യകാലത്ത് പലരും വന്ന്, കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത്, കർത്താവോ ഞാനോ നിങ്ങളെ ഒരു നാളും. അവർ ചെയ്തത് മുഴുവൻ കർത്താവിന്റെ പേരില, വേറെ ആരുടെയും പേരിലല്ല. അവർ വിശ്വസിച്ചതും അവർ കർത്താവിന്റെ പേര് ചെയ്യുന്നു, അതും കറക്റ്റ് ആയിരുന്നു. അവർ ചെയ്തത് കർത്താവിന്റെ പേരിൽ തന്നെയാണ്. അവർ പ്രസംഗിച്ചതും കർത്താവിനെ കുറിച്ചാ. പക്ഷേ കർത്താവുമായിട്ട് അവർക്കൊരു ബന്ധമില്ലായിരുന്നു. ചേടാ, കർത്താവുമായിട്ട് ബന്ധമില്ലാതെ അത്ഭുതം നടക്കുമോ? നടക്കും. ഇത് ചിലര് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വിശ്വാസത്തിൽ ഇറങ്ങി കർത്താവിന് വേണ്ടി ശക്തമായിട്ട് ഓടുമ്പോൾ കർത്താവ് നമുക്ക് കൃപകളും കൃപാവരങ്ങളും തരും. കർത്താവ് ഈ കൃപാവരങ്ങളെ എടുത്തു മാറ്റത്തില്ല, പിന്നെ അതവിടെ നടക്കുക. പക്ഷെ ഈ വ്യക്തി കർത്താവിൽ നിന്ന് പോയി, കർത്താവുമായിട്ടൊരു ബന്ധവും ഇല്ല. കള്ളനോട്ടടി, രാഷ്ട്രീയം, സഭയുടെ നേതൃത്വത്തിൽ വരുവാൻ വേണ്ടിയുള്ള ഞാണുകളി, കുതികാലുവെട്ട്, എല്ലാ പരിപാടിയുണ്ട്. പുള്ളി കൈപൊക്കി ആരാധിക്കുമ്പോൾ ആൾക്കാർ ആരാധിക്കുന്നുണ്ട്. കാരണം ആ കൃപ കൊടുത്തിട്ടുണ്ട്. ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ പലർക്കും ഒരു ചിന്ത അകത്തുണ്ട്, എടാ ഞാൻ ഈ പാപത്തെ ജീവിച്ചിട്ടും ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ കർത്താവിന് പാപം ഓക്കെ. നോ, കർത്താവിന് ഈ പാപം ഓക്കെ അല്ല. കർത്താവിന് നിന്റെ ഗിഫ്റ്റ് അല്ല ഇമ്പോർട്ടന്റ്. God, you are important. നീ എന്നൊരു പേഴ്സൺ ആ ഇമ്പോർട്ടന്റ്. കർത്താവ് ഭൂമിയിലേക്ക് വന്നത് നിനക്ക് കൃപാവരങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയല്ല. കർത്താവ് നിന്റെ സോളിനെ വീണ്ടെടുക്കാൻ വേണ്ടിയാ. അപ്പോൾ എനിക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, ആസ് എ പേഴ്സൺ ഐ ആം കണക്റ്റഡ് ടു ദ ഹോളി സ്പിരിറ്റ്. എനിക്ക് കർത്താവുമായിട്ട് ബന്ധമുണ്ടെന്നൊരു ഉറപ്പുണ്ടായിരിക്കണം. അതാ വേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിച്ചു, അത്ഭുതങ്ങളൊന്നും അടയാളങ്ങളൊന്നും നടന്നില്ലേ, ഭാരപ്പെടണ്ട. നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ട് എങ്കിൽ യു ബി ഗ്ലാഡ്. പക്ഷേ ഇതെല്ലാം ചെയ്തു, അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, ആഫ്രിക്കയിൽ കോടികൾ സൗഖ്യമായി, ഇന്ത്യയിൽ കോടികൾ സൗഖ്യമായി, ഇംഗ്ലണ്ടിൽ എല്ലാം സൗഖ്യമായതിനു ശേഷം അങ്ങോട്ട് ചെല്ലുമ്പോൾ ജീവപുസ്തകത്തിൽ പേരില്ല എങ്കിൽ everything we did on the face of the earth is completely a mistake. അതുകൊണ്ട് ഇന്ന് നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? അതിന് തക്കവണ്ണം ഒരു ജീവിതമാണോ നമ്മൾ ജീവിക്കുന്നത്? അതിന് തക്കവണ്ണം വചനാടിസ്ഥാനത്തിനാണോ നമ്മൾ ഓടുന്നത്? നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കണം. എവരി ഡേ നമ്മൾ പരിശോധിക്കണം. നമ്മുടെ പലപ്പോഴും ചിന്തകളും പ്രാർത്ഥനകളും മുഴുവൻ എവിടാന്നറിയാമോ? കർത്താവേ രോഗികൾ സൗഖ്യമാകണം, മരിച്ചവർ ഉയർക്കണം. പക്ഷെ കർത്താവുമായിട്ടൊരു ബന്ധമില്ലാതെ ഇതൊക്കെ ലഭിക്കുന്നതിനകത്ത് കാര്യമില്ല. ഒരു അർത്ഥവുമില്ല. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ആസ് എ പേഴ്സൺ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ, നമ്മൾ കർത്താവിലേക്ക് വന്നപ്പോൾ അവൻ നമ്മുടെ ഉള്ളിൽ വന്നു. അവൻ നമ്മളെ സത്യത്തിലും നീതിയിലും ബോധ്യം വരുത്തി നടത്തിക്കൊണ്ടിരിക്കുക. അവനെ നമ്മൾ ഫീഡ് ചെയ്യണം. നമ്മളെല്ലാവരും ഫീഡ് ചെയ്യുന്നത് പുറത്തുള്ളവനെയാണ്. നമുക്ക് വേണ്ടത് കൃപകളും കൃപാവരങ്ങളും അനോയിന്റിങ്ങും അഭിഷേകവും ഒക്കെയാണ്. അകത്തുള്ളവനെ ഫീഡ് ചെയ്യാൻ ആരും തയ്യാറല്ല. അകത്തുള്ളവനാണ്, ഞാൻ പറയാം, അതിശക്തമായി നിങ്ങളെല്ലാം അതിശക്തമായി പാട്ട് പാടുന്നു, സന്തോഷമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം നിങ്ങൾ നോക്കണം. വചനം വായിക്കുന്ന ജീവിതം നോക്കണം. നിങ്ങൾ വചന വായനയില്ല, പ്രാർത്ഥനയുമില്ല, നിങ്ങളിവിടെ തകർത്ത് വാരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അകത്തെ മനുഷ്യൻ നിങ്ങൾ ഫീഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ഇവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ കടന്നു വരുന്ന അഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മേലുള്ള അഭിഷേകമാകാം, നിങ്ങളുടെ മേലുള്ള അഭിഷേകമാകാം. അത് ആ സമയത്ത് വന്നു, സമയം കഴിഞ്ഞപ്പോൾ അവൻ പോയി, കഴിഞ്ഞു, അത്രേ ഉള്ളൂ.
പക്ഷെ അകത്തുള്ളവനെ ഫീഡ് ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അകത്തുള്ളവൻ നാൾക്ക് നാൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കണം. അവനാണ് നമ്മളെ കർത്താവിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും, എടാ മോനെ മനുഷ്യ, നീ ഇന്ന് പ്രാർത്ഥിച്ചില്ല, മുട്ടേ കുത്ത്. നമ്മൾ മുട്ടുകുത്തി. 10 മിനിറ്റ് മുട്ടുകുത്തി എഴുന്നേക്കുമ്പോ പോരാ, പിന്നെ മുട്ടുകുത്ത്. നമ്മൾ പിന്നെ മുട്ടുകുത്തി. വചനം വായിച്ചോ? ഇല്ല. വായിക്കാൻ തുടങ്ങി. അരമണിക്കൂർ വായിച്ചോ? പോരാ, നീ ഇനിയും വായിക്കുക. പിന്നെ വായിച്ചോണ്ടിരിക്കുക. എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ വചനത്തിൽ കൂടി നമ്മളെ ബലപ്പെടുത്തുകയും നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യുകയും ചെയ്യുന്നവൻ. നമ്മളെ ശുദ്ധീകരിച്ചോണ്ടിരിക്കും വചനത്തിൽ കൂടെ. വചനം വായിച്ചാൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടത്തുള്ളൂ. വചനം, നമ്മൾ എത്ര പേർ ദൈവവചനം കാര്യമായി വായിക്കാറുണ്ട്? നമ്മൾ എത്ര പേർ കാര്യമായി ഇരുന്ന് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, അല്ലാതെ കർത്താവിന് മുമ്പിൽ നമ്മൾ എത്ര പേർ കാര്യമായിട്ട് ഇരിക്കാറുണ്ട്? കർത്താവ് കൃപ വേണം, കൃപ വേണം, കൃപ വേണം, കൃപ വേണം, കൃപ 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 ആവരിക്കണം. നോ 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 നോ, അതിനെക്കുറിച്ചല്ല. അല്ലാതെ ഇരിക്കാറുണ്ട്. പലപ്പോഴും ആളുകൾ ഇന്നത്തെ കാലത്ത് ഓടുന്നത് കൃപാവരങ്ങളുള്ളവരുടെ പുറകെയാണ്, അല്ലേ? കൃപയുള്ളവന്റെ പുറകെ അല്ല. കൃപയും കൃപാവരവും വ്യത്യാസമുണ്ട്. കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു. കൃപാവരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പവർ നിങ്ങളിൽ വ്യാപരിക്കുന്നത്. അത് ഗിഫ്റ്റാണ്. അത് ഗിഫ്റ്റാണ്. അപ്പോ ഈ ആവശ്യമില്ലാത്തവൻ തലയെ കൊണ്ട് കൈവച്ചാൽ ചിലപ്പോൾ ശരിയാകത്തില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയാതെ ആരുടെയും കൈ നമ്മുടെ തലയെ വരുത്തരുത്. പരിശുദ്ധാത്മാവ് പറയാതെ നിങ്ങൾ ആരുടെയും തലയെ കൈവെക്കുകയും ചെയ്യരുത്. ഞാൻ സാധാരണ ആരുടെയും തലയെ കൈവെക്കാറില്ല. ഞാൻ ഇവിടെ കൈവച്ച് പ്രാർത്ഥിക്കും. അല്ല, സഹോദരിമാരാണെങ്കിൽ ഇവിടെയോ തോളത്തോ തലയെ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കാറില്ല. വളരെ റെയറായിട്ട് പ്രാർത്ഥിക്കാറുള്ളൂ. പരിശുദ്ധാത്മാവ് അതുപോലെ പറയാതെ തലയെ കൈവെക്കത്തില്ല. അത് എത്ര വലിയ കോൺഫിഡൻസ് ആണെങ്കിലും തലയെ കൈവെക്കത്തില്ല. കാരണം തല ഒരു അധികാരസ്ഥാനമാണ്. ആവശ്യമില്ലാതെ തലയെ കൈവെക്കരുത്, വെപ്പിക്കുകയും ചെയ്യും. എന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനല്ല. ആര് വന്നാലും തലയെ കൈവച്ച് തിരുമും, അല്ലേ? പ്രാർത്ഥിക്കാൻ നേരത്ത് ഇങ്ങനെ. കല്യാണത്തിനൊക്കെ ആൾക്കാര് മുട്ടുകുത്തുമ്പോഴോ 15 പേരെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കും. ആദ്യമേ കർത്താവ് എന്നെ പ്രൊട്ടക്ട് ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം നീ മുട്ടുകുത്താൻ. എന്തിനാണെന്നറിയാമോ? നമുക്കറിയത്തില്ല നമ്മുടെ തല കൈവെക്കുന്ന ഏത് തരത്തിലുള്ളവരാ. അപ്പോൾ ഈ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. നമ്മൾ അവന് വേണ്ടി കാത്തിരുന്നാൽ, കാത്തിരിക്കണമെന്നുണ്ടെങ്കിൽ അകത്ത് പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന് നമ്മൾ സ്വാതന്ത്ര്യം കൊടുത്താലേ അവന് നമ്മൾ കൂടി കാത്തിരിക്കാൻ ബലപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ അകത്ത് പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന് നമ്മൾ അനുവാദം കൊടുത്ത് അവൻ പവർഫുൾ ആണ് എങ്കിൽ നമ്മുടെ മേൽ കൃപാവരങ്ങൾ വരുമ്പോൾ ആ കൃപാവരത്തിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കും. ഇല്ലെങ്കിൽ കൃപാവരം ഭയങ്കര പവർഫുള്ളും അകത്ത് ഒന്നുമില്ലെന്നായി കഴിഞ്ഞാൽ നമ്മൾ ഒതുക്കിക്കളയും. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ എന്തുമാത്രം മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ശൗല് ദാവീദിന്റെ മേൽ പടച്ചട്ടി എടുത്തിട്ടു. ദാവീദ് പറഞ്ഞ് പടച്ചട്ടി കൊണ്ട് എനിക്ക് നടക്കാൻ പോലും, കാരണം ദാവീദ് അതിന് പ്രിപ്പയർഡ് അല്ലാരും. എന്നാൽ ശൗൽ അതിന് പ്രിപ്പയർഡ് ആരും. ഇതുപോലെ തന്നെ അനോയിന്റിങ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ചുമ്മാ ഒരുത്തൻ്റെ അനോയിന്റിങ് കൊടുത്താൽ കുരങ്ങൻ കൈ പൂമാല കിട്ടിയെന്ന് പറഞ്ഞ പോലെ അനുഭവമാണ്. അവൻ അറിയത്തില്ല എന്നാ കാണിക്കണമെന്ന്. എന്ത് ചെയ്യും? ആളുകൾ ദൈവം കൊടുത്ത അനോയിന്റിങ്ങിനെ മർച്ചൻഡൈസ് ചെയ്യും, വിറ്റുകളയും. അവരാ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളെ സമ്പത്തുണ്ടാക്കാനും യാത്ര ചെയ്യാനും വീട് പണിയാനും ഹോസ്പിറ്റൽ പണിയാനും അവരുടെ ചിന്താഗതി മുഴുവൻ ഇത് വെച്ച് എങ്ങനെ പൈസ ഉണ്ടാക്കാം, ഒരു കൊട്ടാരം പണിയാമെന്ന. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നില്ല. നീ കൊട്ടാരം പണിയരുതെന്നോ വീട് പണിയരുതെന്നോ അല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നിനക്ക് തന്ന കൃപാവരങ്ങളെ
നീ ഉപയോഗിക്കുന്നത് ലോകത്തിന്റെ പ്രൗഢിക്ക് വേണ്ടിയാണ് എങ്കിൽ ദൈവം നിനക്ക് കൃപാവരം തന്നത് വെറുതെയായി. അതുകൊണ്ടാണ് അകത്തുള്ള ആ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്ക പ്രാപിക്കണം. അകത്ത് വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപ അവൻ നമ്മുടെ അകത്തുണ്ട്. അവൻ നമ്മളോട് സംസാരിക്കുന്നത് അനുസരിച്ച് നമ്മൾ ഗൈഡ് ചെയ്യപ്പെട്ടാലേ മേളിൽ നിന്ന് വരുന്ന കൃപാവരത്തെ നമുക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അല്ല, ഉപയോഗിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അറിയത്തില്ല എന്തിനാണെന്ന്. ഉദാഹരണം, പോലീസ് അക്കാഡമിയിൽ പോയി എന്താണ് പോലീസിന്റെ ഡ്യൂട്ടി എന്ന് പഠിച്ചവന്റെ മേൽ യൂണിഫോം കൊടുത്താൽ അവനറിയാം എന്താ ചെയ്യേണ്ടെന്ന്. അല്ലാത്തവന്റെ യൂണിഫോം കൊടുത്തവൻ തോക്കെടുത്ത് വെടിവെക്കും, അല്ലേ? അവൻ ആളുകളെ ഇടിക്കും. അവൻ അറിയത്തില്ല എന്നാ ചെയ്യണമെന്ന്. കാരണം ഇവന് ട്രെയിനിങ് ഇല്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഉള്ളിൽ. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളോട് ഓരോരുത്തരോടും അവൻ പറയുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മൾ പലരും അവൻ പറയുന്നത് കേൾക്കാറില്ല, അനുസരിക്കാറില്ല, അവനെ ഫീഡ് ചെയ്യാറില്ല. അവൻ വരുമ്പോഴോ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എന്നാൽ യേശുക്രിസ്തു അടുത്തൊരു കാര്യം പറഞ്ഞു. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം, ഇംഗ്ലീഷിൽ പറഞ്ഞ ഇങ്ങനെ, you wait until you are clothed from above with power. ഉയരത്തിലുള്ള ശക്തി ധരിക്കുവോളം. നമ്മുടെ മേൽ കടന്നു വരുന്ന ഒരു ശക്തിയുണ്ട്, നമ്മൾ ധരിക്കുന്നുണ്ട്, നമ്മൾ പുതയ്ക്കുന്നുണ്ട്, നമ്മളെ കവർ ചെയ്യുന്ന ഒരു ശക്തി കടന്നു വരുന്നുണ്ട്. ആ ശക്തി ആൾക്കാർക്ക് താല്പര്യമുള്ളൂ. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം നിങ്ങൾക്ക് ഇതിന്റെ ഡെപ്ത് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. കൃപാവരങ്ങളിൽ നിൽക്കുന്നവർക്ക് ഇത് മനസ്സിലാകും. ഉദാഹരണം, നമ്മൾ ഇന്നിവിടെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ നമുക്ക് ഭയങ്കര ഒരു പവർ വന്നു. ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെല്ലാം പവർ തോന്നുന്നുണ്ടോ? എവിടെ പോയി? അല്ലേ? അതുപോലെ തന്നെ നമ്മളിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു, ആളുകൾ താഴെ വീഴുന്നു, എല്ലാം കഴിയുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തമാശ പറഞ്ഞുകൊണ്ട് അപ്പുറത്തിരിക്കും. എവിടെ പോയി ആ സമയത്ത് കടന്നു വന്ന ഒരു അനോയിന്റിങ്. അപ്പൊ ആളുകൾ ഇന്നത്തെ കാലത്ത് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പണ്ടത്തെ കാലത്ത് പരിശുദ്ധാത്മാവ് വന്നും പോയി വരുന്നു. ഇന്ന് അങ്ങനല്ല. ഇന്ന് പെർമനന്റ് ആയിട്ട് നമ്മുടെ ഉള്ളിലാണ്. യെസ്, അവൻ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഹീലിംഗ്, മിറക്കിൾസ്, വണ്ടേഴ്സ് അവൻ വന്നും പോയി വന്നിരിക്കുന്നു. ഇപ്പോഴും ബൈബിൾ പറയുന്നു, രോഗികളെ സൗഖ്യമാക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. യേശുവിനെ കുറിച്ച് അവൻ ദൈവമാണ്, അല്ലേ? അവൻ ദൈവമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ ശുശ്രൂഷിച്ചോണ്ടിരിക്കും. നമ്മൾ പറയും യേശു വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. നമ്മൾ ചുമ്മാ ഇരിക്കും. പലപ്പോൾ ആരും പറയാറുണ്ട് യേശു വന്നിട്ടുണ്ടെന്ന്. അതെന്താ വ്യത്യാസം? എന്തുവാ? ചിന്തിച്ചു നോക്കണം. എന്താ വ്യത്യാസം? എന്തുവാ? ആ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ നിന്നപ്പോൾ നമുക്ക് സ്വർഗം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടു. നമ്മുടെ അകക്കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെട്ടു. നമുക്ക് യേശുവിനെ കാണാൻ സാധിച്ചു. കാരണം യേശു വന്നു. രോഗികൾ സൗഖ്യമായി, ഭൂതങ്ങൾ വിട്ടുപോയി, മരിച്ചവർ ഉയർത്തു, അത്ഭുതങ്ങൾ സംഭവിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ റൂമിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ സാധാരണ മനുഷ്യൻ. അവിടെ നിന്നപ്പോൾ തോളിന് വേദന ഉണ്ടായിരുന്നു. പക്ഷേ ശുശ്രൂഷ സമയത്ത് തോളിന്റെ വേദന അറിഞ്ഞില്ല, ഒന്നും. തിരിച്ച് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അയ്യോ വേദനയാണേ. നിങ്ങൾ ശുശ്രൂഷിച്ചപ്പോൾ നമുക്ക് വേദനയൊന്നും ഇല്ലായിരുന്നല്ലോ. ഇല്ല, അത് എൻ്റെ കുഴപ്പമല്ല. അവന്റെ ശക്തി എൻ്റെ മേൽ വന്നപ്പോൾ വേദന അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് തീറ്റിലോട്ട് വന്നപ്പോ അയ്യോ, നിങ്ങൾ ദൈവദാസനാണെന്ന് പറഞ്ഞ് നടക്കുക, അല്ലേ? ദൈവദാസന്മാർക്ക് നടുവേദനയൊന്നും ഉണ്ടാകാത്തല്ല. നിങ്ങൾ ഹീലിംഗ് മിനിസ്ട്രി ചെയ്യുന്ന വ്യക്തിയല്ലേ? എടാ, അത് ഞാനല്ല, എൻ്റെ മേൽ വന്ന പരിശുദ്ധാത്മാവാ. അതിശക്തമായ ഹീലിംഗ് മിനിസ്ട്രി ചെയ്ത പല ആളുകളും രോഗങ്ങൾ വന്ന് മരിച്ചു. കാരണം നമ്മൾ വസിക്കുന്നത് ഒരു ശരീരത്തിലാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഉള്ളിൽ അവൻ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് നമ്മളെ സത്യത്തിലും നീതിയിലും വഴി നടത്താൻ വേണ്ടി. ഇവൻ സ്വർഗവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും. നമ്മുടെ പുറമേ കടന്നു വരുന്ന ആ കൃപാവരങ്ങൾ ഒരിക്കലും
നമ്മളെ സത്യത്തിലും നീതിയിലും വഴി നടത്താൻ വേണ്ടിയല്ല, ദൈവരാജ്യത്തിന്റെ ശക്തി കാണിക്കാൻ വേണ്ടിയാണ് കടന്നു. അതുവഴി കർത്താവിലേക്ക് ആളുകളെ ആദായപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ അകത്ത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നവൻ, സെയിം ആള് തന്നെ കേട്ടോ, സെയിം ആള് തന്നെ പ്രവർത്തിക്കുന്നവൻ, നമ്മളെ ദൈവരാജ്യത്തെ കൊണ്ടുപോകാൻ വേണ്ടി പ്രവർത്തിക്കുന്നവൻ. അവനാലാണ് നമ്മൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്ര അച്ചാരം അല്ലേ ഇട്ടിരിക്കും, അച്ചാരം ഇട്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ 2 തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. 2 തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്യഭാഷയൊക്കെ പറഞ്ഞ സഹോദരി ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നു, ദൂത് പറയുന്നു. കുറച്ച് കഴിഞ്ഞ് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളൊന്നും ഒന്നിനും കൊള്ളത്തില്ലെന്നും പറഞ്ഞ് വർത്താനവും പറയും. അപ്പം ഈ ദൂത് പറഞ്ഞ ആ വ്യക്തിയാണോ ഈ പറയുന്നെന്ന് നിങ്ങൾ ആരും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഇങ്ങനെ. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭയങ്കര ശുശ്രൂഷയാന്നാ പറഞ്ഞേ, പക്ഷെ വന്ന വർത്താനം കേൾക്കണമായിരുന്നു. കാരണം യഥാർത്ഥത്തിൽ ഈ പുള്ളി ആളൊരു കാർണലാണ്, ലോകമനുഷ്യനാണ്. പക്ഷെ അവിടെ നിന്ന സമയത്ത് ദൈവം കൊടുത്ത കൃപാവരം ആക്റ്റീവായി. അതുകൊണ്ട് ആ വ്യക്തിയെ നോക്കി നമ്മൾ ഒരിക്കലും ദൈവരാജ്യം ഇതാന്ന് പറയരുത്. നമ്മൾ നമ്മുടെ ജീവിതത്തെ ശ്രദ്ധിച്ചോണം. നാം സ്വർഗത്തിൽ പോകുവാൻ വേണ്ടി നാം നമ്മളെ പ്രിപ്പയർ ചെയ്തോണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ലോകത്തിലെ കുടുംബജീവിതവും സഭയും മിനിസ്ട്രിയും ചർച്ചും എല്ലാം വിട്ടിട്ട് ഒരു ദിവസം നമ്മൾ അങ്ങോട്ട് പോകും. അവിടെ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോയി നിൽക്കത്തുള്ളൂ. എൻ്റെ കൂടെ സിസിയോ പിള്ളേരും ആരും കാണത്തില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയി നിൽക്കും. നിങ്ങൾ ആരും കാണത്തില്ല. ഫേവമോളും കാണത്തില്ല എൻ്റെ കൂടെ. ഞാൻ ഒറ്റയ്ക്കായിരിക്കും പോയി നിൽക്കും. അവളിങ്ങനെ തട്ടുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ കാണുമെന്ന് വാസ്തവ പറഞ്ഞ് വേറെ ഡോക്ടർ എന്നോടല്ല പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് പോയി നിൽക്കുന്ന അവിടെ. ആ സമയത്ത് കർത്താവേ, ഞാൻ നിന്റെ നാമത്തിൽ വരെ ഭൂതങ്ങളെ പുറത്താക്കി. കർത്താവേ, ഞാൻ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് എൻ്റെ മീറ്റിംഗ് വന്നത്. അതൊക്കെ ശരിയാ, പക്ഷെ ഞാൻ നിന്നെ ഒരു നാളും നിന്റെ മേൽ തന്ന കൃപാവരം അത് ചെയ്തത് നീ അല്ല ചെയ്തത്. നീ എന്നാ ചെയ്തേ? നീ ഒന്നും ചെയ്തില്ല. നിന്റെ മേൽ തന്ന കൃപാവരമാണത് ചെയ്തത്. കൃപാവരം, ഗിഫ്റ്റാണ് ഓപ്പറേറ്റ് ചെയ്തത്, നീ അല്ല. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കാൻ എടുത്ത വിഷയം ഇതായിരുന്നു. ഒരു വാക്യം ഞാൻ പറയാം. ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം. ഇംഗ്ലീഷിൽ പ്രസംഗിച്ചത് ഞാനെന്ന്. ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം. അതിനകത്ത് പറയുന്നു, ശമൂവേൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്നു. ആർക്കാ ശുശ്രൂഷ ചെയ്തു പോന്നേ? യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോകും. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലേ, സെർവന്റ് ഓഫ് ഗോഡ് അല്ലേ, ദൈവദാസൻ. ഈ ആരാ സെർവന്റ് ഓഫ് ഗോഡ്? ദൈവദാസൻ എന്ന് പറഞ്ഞാൽ ആരാ? എന്തുവാ സെർവന്റ് ഓഫ് ഗോഡ്? സെർവന്റ് ഓഫ് ഗോഡ് ഉദാഹരണം ഞാൻ പറയാം. പാസ്റ്റർ മനശ്ശയുടെ സെർവന്റാ എന്നൊരാളെ കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ആ വ്യക്തി ആരെ ശുശ്രൂഷിക്കണ്ടേ? എന്നെ, നിങ്ങളെയല്ല. ആണോ? എന്നെ. എനിക്ക് ആഹാരം ഉണ്ടാക്കി തരിക, എൻ്റെ വസ്ത്രം അലക്കി തരിക, എനിക്ക് സന്തോഷം വരുന്ന കാര്യങ്ങൾ ചെയ്യുക, എന്നെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുക, എൻ്റെ ഇഷ്ടങ്ങൾ അനിഷ്ടമാക്കുക, ഞാൻ എഴുന്നേൽക്കുന്ന എപ്പോഴാണ്, കിടക്കുന്ന എപ്പോഴാണെന്ന് മനസ്സിലാക്കുക, ഞാൻ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ്, ഞാൻ കഴിക്കുന്ന ആഹാരം ഏത്തക്ക പോളിയാണ്, എന്തുവാ ഇഷ്ടം, എനിക്കതെല്ലാം പുള്ളി അറിഞ്ഞിരിക്കണം. കാരണം എന്തുവാ? മനശ്ശയുടെ സെർവൻറ്റ്. അങ്ങനെയെങ്കിൽ നമ്മളെ സെർവൻറ്റ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? നമ്മൾ മനുഷ്യന്റെ സെർവൻ്റ് ആണോ കർത്താവിൻ്റെ സെർവൻ്റ് ആണോ? കർത്താവിൻ്റെ സെർവൻ്റ് അല്ലേ? സെർവൻ്റ് വന്നാൽ തെറ്റൊന്നുമില്ല. കാരണം എല്ലാവരും മനസ്സിലാക്കണം, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്നത് ആരെയാ? മനുഷ്യനെയാണോ കർത്താവിനെയാണോ? മാർത്തേ നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു, മറിയയോ നല്ല അംശം തിരഞ്ഞെടുത്തു. മറിയ എന്തുവാ ചെയ്തേ? മാർത്ത എന്തുവാ ചെയ്തേ? മാർത്ത തെറ്റൊന്നും ചെയ്തില്ലെന്നേ. മാർത്ത ചെയ്തത് മുഴുവൻ കറക്റ്റ് ആയിരുന്നെന്നേ. എന്തുവാ മാർത്ത ചെയ്തത്? ആഹാരം കുക്ക് ചെയ്യുന്നു, ആളുകളെ വിളിക്കുന്നു, പാത്രം കഴുകുന്നു, തൂത്തുവാരുന്നു, എല്ലാം ഭയങ്കര ബഹളവാ. കർത്താവ് വരുന്നുണ്ട്. മാർത്ത പരിപാടിയാ. മറിയ എന്നാ ചെയ്തു? കർത്താവിൻ്റെ അടുത്ത് പോയി കർത്താവ് പറഞ്ഞ കേട്ടുകൊണ്ട്
മാർത്ത കർത്താവിനെ കാണാൻ വന്നവരെ സെർവ് ചെയ്തപ്പോൾ മറിയ കർത്താവിനെ സെർവ്. വ്യത്യാസം കണ്ടോ? ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മാർത്തേ മാർത്തേ നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു. എടി നീ നമ്മളോട് സെർവൻസ് ഓഫ് ഗോഡിനോട് കർത്താവിന് പറയാനുള്ള കാര്യമാ. എടാ നീ ചർച്ച വരുന്നവരെ കുറിച്ച് മറ്റുള്ളവരെ കുറിച്ച് ഓർത്ത് നീ ചിന്താകുലനായിരിക്കുന്നു. അതൊന്നും വേണ്ട, ഒറ്റ കാര്യം തെരഞ്ഞെടുത്താൽ മതി, നീ എൻ്റെ മുമ്പിൽ അങ്ങ് ഇരുന്നാൽ മതി. ആ പ്രിൻസിപ്പിൾ ഒന്ന് മനസ്സിലാക്കിയാലുണ്ടല്ലോ ജീവിതം ഈസിയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തെ പറയുന്നു, അവിടെ ഒരു അന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ വിവാഹം കഴിച്ച് ഭർത്താവ് മരിച്ചതിന് ശേഷം 80 വർഷത്തിലധികമായിട്ട് വിധവയായിട്ട് നിന്നു. അവൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി കർത്താവിന് ശുശ്രൂഷ ചെയ്തു. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി കർത്താവിന് ശുശ്രൂഷ. അവൾ ആർക്കാ ശുശ്രൂഷ ചെയ്തേ? കർത്താവിന്. അപ്പോൾ നമ്മൾക്കൊരു ചിന്തയുണ്ട്, സെർവന്റ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ സെർവന്റ് ആകുക. തല്ലണോ? സ്തോത്രം, തല്ലിക്കോ. ഇടിക്കണോ? ഇടിച്ചു, ഒരു കുഴപ്പമില്ല, ഇടിച്ചു. സഹോദരാ, നോ 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 നോ. നമ്മൾ മനുഷ്യനെ അല്ല, കർത്താവിനെ പ്ലീസ് ചെയ്യും. നിങ്ങൾ ഈ പോയിന്റ് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഇത് എന്തുമാത്രം ഡെപ്തി മനസ്സിലാക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ കർത്താവിനെ പ്ലീസ് ചെയ്താലേ നമുക്ക് മനുഷ്യനെ പ്ലീസ് ചെയ്യാൻ നിൽക്കാൻ സാധിക്കത്തുള്ളൂ. മനുഷ്യനെ പ്ലീസ് ചെയ്യാൻ പോയാൽ നമ്മൾ കർത്താവിനെ പ്ലീസ് ചെയ്യത്തില്ല. കർത്താവിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ചിന്തിക്കാനും തീരുമാനമെടുക്കാനും ഇടപെടാനും പോണ്ടി വരും. കർത്താവിന്റെ അടുത്തേക്ക് ഒരാൾ വന്ന് പറഞ്ഞു, കർത്താവെ, ഞാനും എൻ്റെ സഹോദരനും തമ്മിൽ സമ്പത്ത് പങ്കിടുന്നതിന് നീ ഒന്ന് ഇടപെടണമേ. Who made you me the arbitrator? നിങ്ങളുടെ കാര്യം കൈയിടാൻ വേണ്ടി എന്നെ അതിന് അധികാരിയാക്കിയത് വിളിച്ചു കൊണ്ടിരുന്നത് ആര്? എന്തിനാണ്? എടാ, എന്റെ കാര്യം ഞാൻ വന്നത് എന്തിനാ? പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനാ വന്നത്, അല്ലാതെ നിന്റെ സ്ഥലം വീതിക്കാനല്ല ഞാൻ വന്നത്. സ്തോത്രം. Servant of God എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we must be those pleasing God and telling what the master needs, what master wants to the people. മാസ്റ്റർ എന്ത് ആഗ്രഹിക്കുന്നു എന്നുള്ളത് കേട്ട് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവനാ സെർവന്റ് ഓഫ് ഗോഡ്. അല്ലാത്തവൻ സെർവന്റ് ഓഫ് പീപ്പിൾ. സെർവന്റ് ഓഫ് പീപ്പിൾ. കർത്താവിനോട് കാര്യം പറഞ്ഞപ്പോൾ കുറച്ചാൾ മുമ്പ് കർത്താവ് കാര്യം പറഞ്ഞു. കർത്താവിനോട് പറഞ്ഞു, people are not important but my church is important. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എനിക്ക് നേരെ തിരിച്ചായിരുന്നു, ആളുകളാണ് ഇമ്പോർട്ടന്റ്. കർത്താവ് പറഞ്ഞു, അല്ല, എനിക്ക് വ്യക്തിയല്ല ഇമ്പോർട്ടന്റ്, സഭയാണ് ഇമ്പോർട്ടന്റ്. അതിന്റെ അർത്ഥം എന്തുവാ? സഭയെക്കുറിച്ച് ഞാൻ തന്ന ദർശനത്തിൽ നീ സഭയെ നടത്തിക്കോണം. വ്യക്തികളുടെ മുഖം നോക്കരുത്. വ്യക്തികളുടെ മുഖം നോക്കിയാൽ ഒരിക്കലും ഒന്നും നടക്കത്തില്ല. വേറൊരു സ്ഥലത്ത് പറയുന്നു, അത് ലേവ്യ ആവർത്തന പുസ്തകത്തിലാന്ന് തോന്നുന്നു. ആവർത്തന പുസ്തകം, ഒരു വാക്കിയുടെ വായിക്കാം, നമ്മൾ നിർത്താം, വായിക്കണമെന്നില്ല, പറഞ്ഞാൽ മതി. ആവർത്തന പുസ്തകം, അതിനകത്ത് നമ്മൾ ഇപ്രകാരം കാണുന്നു. ഡ്യൂട്രോണമി 10:8 ദൈവം, യഹോവയായ ദൈവം ലേവ്യ ഗോത്രത്തെ ദൈവത്തെ ശുശ്രൂഷിക്കുവാനായി തിരഞ്ഞെടുത്തു. അവരെ എന്തിനാ തിരഞ്ഞെടുത്തത്? കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാൻ. എടാ, ജനങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാനല്ല, കർത്താവിന് ശുശ്രൂഷ. അതിന്റെ അടുത്ത വാക്കുകളൊന്ന് വായിച്ചേ, ഒന്ന് വായിച്ചേ. ആ ആ ആ ആ ഇല്ല. കണ്ടോ കണ്ടോ? നിങ്ങൾ അതിന്റെ ഡെപ്ത് ഒന്ന് മനസ്സിലാക്കണം. അതിന്റെ ഡെപ്ത് ഒന്ന് മനസ്സിലാക്കണം. ഭയങ്കര ഡീപ്പായത്. യഹോവ പറയുകയാണ്, എനിക്ക് ശുശ്രൂഷ ചെയ്യുവാനും എന്റെ പെട്ടകം ചുമക്കുവാനും ഞാൻ ലേവിയെ ആക്കുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മേൽ വരുന്ന കൃപ നിങ്ങൾക്ക് മറ്റുള്ളവരെ അനുഗ്രഹിക്കാം. ആരുടെ നാമത്തിൽ? യഹോവയുടെ നാമത്തിൽ. നിനക്ക് സഹോദരന്മാരുടെ ഇടയിൽ ഒരു അവകാശവും ഇല്ല. കാരണം നിന്റെ അവകാശം ആരാ? സാധാരണ മറ്റുള്ളവനാണെങ്കിൽ അവകാശം എവിടെയാ അവന്?
അവൻ ഭൂമിയിൽ അവകാശം. അവന് സ്ഥലമുണ്ട്, കെട്ടിടമുണ്ട്, അവന്റെ നോട്ടം മുഴുവൻ ഭൂമിയിലേക്ക്. കർത്താവ് പറയാണ് ലേവ്യ ഗോത്രത്തോട് നിനക്ക് അവകാശമില്ല. നിന്റെ അവകാശം ആരായിരിക്കും? യഹോവ. അതിന്റെ അർത്ഥം നിനക്ക് ശമ്പളം തരുന്നതും, നിനക്ക് സൗഖ്യം തരുന്നതും, നിനക്ക് വീട് തരുന്നതും, നിനക്ക് ആഹാരം തരുന്നതും, നിനക്ക് ഉയർച്ച തരുന്നതും മുഴുവൻ വരുന്നത് എവിടുന്നാ? കിങ്ഡം ഓഫ് ഗോഡ്. ദൈവം അവിടുന്ന് നിനക്ക് തരുന്നത്. മറ്റുള്ളവർ ഇവിടെ കിടന്ന് അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുമ്പോൾ നീ അത് ചെയ്യണ്ട. നീ ആകെ ചെയ്യേണ്ടത് എനിക്ക് ശുശ്രൂഷ ചെയ്യുക. യു സെർവ് മീ, സെർവ് അൺടു മീ. നീ എനിക്ക് ശുശ്രൂഷ ചെയ്ത് എന്നെ ഉയർത്തുക. യഹോവയുടെ പെട്ടകം ചുമക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷിപ്പ് ഹിം ആൻഡ് ക്യാരി ഹിം ആൻഡ് പ്രൊമോട്ട് ഹിം ആൻഡ് ഓണർ ഹിം ആൻഡ് ഗ്ലോറിഫൈ ഹിം. നീ അത് ചെയ്താൽ മതി. നിന്റെ അവകാശം ഞാനായിരിക്കും. ഞാൻ നിന്നെ പുലർത്തും. സ്തോത്രം. വചനം പറയുന്നു, ഒരു മകൻ തന്നെ തന്നെ ശുശ്രൂഷിക്കുന്ന മകനെ ഒരപ്പൻ ആദരിക്കുന്നത് പോലെ. As a father honors a son who serve him. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആ വാക്യം? വായിച്ചിട്ടുണ്ടോ ബൈബിളില്? തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ഒരപ്പൻ ആദരിക്കുന്നത് പോലെ നമ്മൾ കർത്താവിന് ശുശ്രൂഷ ചെയ്താൽ, മനുഷ്യനല്ല, നമുക്ക് എല്ലാവർക്കും ഈ ദുഃഖവും ഭാരവും എന്നാന്ന് പറയും. ഞാൻ എപ്പോഴും ഞാൻ നേരത്തെ ഭയങ്കര ദുഃഖിച്ചും ഭാരപ്പെട്ടു നടന്നുകൊണ്ടിരുന്നത് സഭയെക്കുറിച്ച്. എന്തുകൊണ്ടാ? നമ്മൾ മനുഷ്യന് ശുശ്രൂഷ ചെയ്താൽ നമുക്ക് ദുഃഖവും ഭാരവും തന്നെയായിരിക്കും. എന്നാൽ നമ്മൾ ദൈവത്തിന് ശുശ്രൂഷ ചെയ്താൽ നമ്മുടെ ഓഹരി അവന്, നമ്മുടെ അവകാശം അവനാ, നമ്മുടെ ഉയർച്ച അവനാ. അതുകൊണ്ട് പ്രത്യേകതയുണ്ട്, നമുക്കെതിരായിട്ട് വരുന്നവനെയും കർത്താവ് നോക്കിക്കോളൂ. മോശക്കെതിരായിട്ട് ഒരുത്തൻ നിൽക്കാൻ കർത്താവ് അനുവദിച്ചില്ല. യോശുവയോട് പറഞ്ഞു, നിനക്കെതിരായിട്ട് ഒരുവനും ഒരിക്കലും ഒരു വിരൽ ചൂണ്ടാൻ ഞാന്, നോ വൺ വിൽ ബി ഏബിൾ ടു ലിഫ്റ്റ് ദെയർ ഫിംഗർ അഗെയിൻസ്റ്റ് യു. നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരുത്തനും നിന്റെ നേരെ നിൽക്കുകയില്ല. എന്തുകൊണ്ടാ? യഹോവയെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാ ആരെ തിരഞ്ഞെടുത്തത്? മോശയെയും യോശുവയെയും ഒക്കെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പ് വന്നു കഴിയുമ്പോൾ നമ്മൾ ശുശ്രൂഷിക്കേണ്ടത് ആരെയാ? നീ ഒന്നുകൂടെ പറയാം, എന്താണ് യഹോവയെ ശുശ്രൂഷിക്കുക? നമ്മുടെ വിചാരം ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ വീട്ടിൽ പോവുക, പ്രാർത്ഥിക്കുക, അതൊക്കെ വേറെയാ. യഹോവയെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനുമായി സംസാരിക്കുക, അവൻ്റെ ഇഷ്ടങ്ങളെ ചോദിക്കുക, അവൻ പറയുന്നത് കേൾക്കുക, അവൻ പറയുന്നത് അനുസരിക്കുക. ഹന്നായെക്കുറിച്ച് പറയുന്നു, പുതിയ നിയമത്തിൽ ഹന്നയെക്കുറിച്ച് ലൂക്കോസ് സുവിശേഷത്തിൽ പറയുന്നു, ഹന്ന ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്നു. അവൾ എന്നാ ചെയ്തത്? ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്, വേറൊന്നും ചെയ്തില്ല. പക്ഷെ ദൈവം എന്നായിട്ട് കണക്കാക്കിയിരിക്കുന്നത്? ശുശ്രൂഷ. അതെന്നാ ശുശ്രൂഷയാണ്? കാരണം ഹന്നായ്ക്ക് സ്വന്തം വീടില്ല, ഭർത്താവില്ല, മക്കളില്ല, ജോലിയില്ല, സമ്പത്തില്ല. അവൾക്ക് കൊടുക്കുവാൻ ആകെ ഉണ്ടായിരുന്നത് ഉപവാസവും പ്രാർത്ഥനയും. അവൾ അത് കൊടുത്തു. കർത്താവ് പറഞ്ഞു, അവൾ എനിക്ക് ശുശ്രൂഷ ചെയ്തു. ഇവനെ കുറിച്ച് പറയുന്നു, നമ്മുടെ ശമൂവേലിനെ കുറിച്ച് പറയുന്നു, ശമൂവേൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്നു. എത്രാമത്തെ വയസ്സിലാ? 8, 9, 10 വയസ്സുള്ളപ്പം അല്ലേ? മുലകൂടി മാറിയ സമയത്ത് ഹന്ന കൊണ്ടുപോയി കൊടുത്തതാ. ആ പറയുകയാണ്, അവൻ എനിക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്നു. എന്ത് ശുശ്രൂഷയാണ് ചെയ്തേ? ആലയത്തിലെ വിളക്ക് കിടാതെ സൂക്ഷിക്കുക. ഏലി പുരോഹിതന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ശുശ്രൂഷയുടെ സമയത്ത് ആവശ്യമായിട്ടുള്ള കുന്തിരിക്കുവോ എന്നാന്ന് വെച്ചാൽ അതെല്ലാം അറേഞ്ച് ചെയ്യുക. യഹോവയുടെ മുൻപിൽ ഇങ്ങനെ തൂക്കിപ്പിടിച്ച് ആട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻസെൻസ് അല്ലെങ്കിൽ സുഗന്ധദ്രവ്യങ്ങൾ ഒരുക്കി വെക്കുക. അത് ചെയ്തിട്ട് യഹോവ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുവോ അതും ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ആര് ചെയ്തത്? ശമൂവേൽ ബാലൻ. ദൈവം പറയുന്നു, ശമൂവേൽ ബാലൻ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. എന്നാൽ ഏലിയെക്കുറിച്ച് ശുശ്രൂഷ ചെയ്തു പോകുന്നു പറഞ്ഞിട്ടില്ല. ശമൂവേൽ ബാലനെ കുറിച്ച് പറയുകയാണ്. ഏലിയുടെ കുഴപ്പമെന്നായിരുന്നു? ഏലി ജനത്തെ പേടിച്ചു, ജനം പറയുന്നതനുസരിച്ചു. എന്നാൽ ശമൂവേൽ ബാലൻ അങ്ങനല്ലായിരുന്നു. ബൈബിൾ പറയുന്നു, ശമൂവേൽ ബാലൻ പ്രായമായി വന്നപ്പോൾ, 15-16 വയസ്സ് കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ, ഈ യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാട്, സത്യമായ അരുളപ്പാട് ഉള്ളവനാണ് ശമൂവേൽ പ്രവാചകൻ എന്ന് ഇസ്രായേൽ ദേശമൊക്കെയും അറിഞ്ഞു. അവനിൽ വിശ്വസിച്ചു. എന്തുകൊണ്ടാ? അവൻ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഫൈനലി ഞാൻ പറയാം, ദൈവത്തിന് നിങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ മുഖം നോക്കി പേടിക്കാതെ വർത്താനം പറയാൻ, ശുശ്രൂഷിക്കാൻ
അല്ലെ നമുക്ക് നടക്കത്തില്ല. അല്ലെ നമ്മൾ ഭയപ്പെടും, കമ്മിറ്റിയെ ഭയപ്പെടും, വിശ്വാസികളെ ഭയപ്പെടും. ഇതങ്ങനല്ല. ഇതാ കർത്താവ് പറഞ്ഞ ഇതാ, അത് മതി. ഞങ്ങൾ പാസ്റ്റർ പണി നോക്ക്, കർത്താവ് പണി കൊടുത്തോളൂ. കർത്താവ് പറയും, എന്നെ ശുശ്രൂഷിക്കുന്നതിനെതിരായിട്ട് നീ കൈപൊക്കരുതെന്ന് പറയും. കർത്താവ് ചെയ്യും ബാക്കി. അതുകൊണ്ട് നമ്മളോട് കർത്താവ് പഠിപ്പിക്കുന്നൊരു കാര്യം, വി മസ്റ്റ് സെർവ് ഗോഡ്. ഈ ഒരു കാര്യമാണ് ഞാൻ പറയാം, ഇത് നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ. ഞങ്ങൾ ഇവിടെ ഇറച്ചി മേടിക്കാൻ പോകുന്നൊരു കടയുണ്ടായിരുന്നു. ഇറച്ചി മേടിക്കാൻ പോകുന്നൊരു കട. അവിടെ ചെല്ലുമ്പം ഒരാൾ ഇറച്ചി വയ്ക്കാൻ നിപ്പുണ്ട്. ഉടമസ്ഥനല്ല, ജോലിക്കാരുണ്ട്. ഞങ്ങൾ എപ്പോൾ ഇറച്ചി മേടിക്കാൻ ചെന്നാലും പുള്ളി 1/2 കിലോ കൂടുതൽ തരും. നമുക്ക് സന്തോഷമല്ലേ? അല്ലേ? 1/2 കിലോ കൂടുതൽ തരുന്ന ആളെ നമുക്ക് ഇഷ്ടമല്ലേ? 2 പ്രാവശ്യം 3-ാമത്തെ പ്രാവശ്യം പുള്ളി അവിടെ ഇല്ല, പുള്ളിയെ മാറ്റി. അപ്പോൾ ഞാൻ നിങ്ങൾ ആരാന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ഞാനാണ് ഉടമസ്ഥൻ. മറ്റേ പുള്ളി എന്നെ മാറ്റിയെന്ന് ചോദിച്ചു. എനിക്ക് ഗുണമില്ലായിരുന്നു, കസ്റ്റമേഴ്സിന് മാത്രമേ ഗുണമുണ്ടായിരുന്നുള്ളൂ പറഞ്ഞു. കാരണം എന്നാ, കസ്റ്റമേഴ്സിന് പുള്ളി 1/2 കിലോ 3/4 കിലോ ഒക്കെ പുള്ളി ഇറച്ചി ഫ്രീ ആയിട്ട് കൊടുക്കും. മനസ്സിലായോ? നമ്മൾ കർത്താവിന് ശുശ്രൂഷ ചെയ്യുമ്പം കർത്താവിന് നമ്മളെ കൊണ്ട് ഗുണമുണ്ടാകും. സിമ്പിളായിട്ട് ഞാൻ പറയുക. പോയിന്റ് മനസ്സിലായോ? ഇപ്പോൾ നമ്മുടെ പയ്യൻ അവിടെ റെസ്റ്റോറൻറ്റ് ഹോട്ടലിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മളിവിടെ ചെല്ലുമ്പോൾ നമുക്ക് എല്ലാവർക്കും പുള്ളി ഫ്രീ ആയിട്ട് ഫുഡ് തരും. നമ്മുടെ ആളാ എന്നും പറഞ്ഞ് ഫുഡ് തരുന്നു. ഒരു പ്രാവശ്യം ചിലപ്പോൾ ആൾക്കാർ അവരത് ഓക്കെ എന്ന് പറയും. പക്ഷെ 2-3 പ്രാവശ്യം ആയി കഴിയുമ്പോൾ പറയും, നീ നിന്റെ പണി നോക്കിക്കോളാൻ. കാരണം എന്നാ, ശുശ്രൂഷ ചെയ്യുന്നത് കമ്പനിയല്ല. കമ്പനി പറഞ്ഞിരിക്കുന്നത് ഫ്രീ ആയിട്ട് കൊടുക്കാനല്ല. എടാ, നിനക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പിൽ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് അവരിൽ നിന്നും പൈസ എടുത്ത് കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാനാണ് കമ്പനി പറയുന്നത്. ഇത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ദൈവരാജ്യം. കർത്താവിനെ ശുശ്രൂഷ ചെയ്യുമ്പം കർത്താവ് എന്താഗ്രഹിക്കുന്നു നമ്മൾ അത് വേണം ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മേൽ അനുഗ്രഹങ്ങളുണ്ട്. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവെ, ബാൽക്കണിയിലും ഇവിടെ എല്ലാം ഇരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മുഴുവൻ വ്യക്തികളെയും കർത്താവെ, ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നവരെയും കർത്താവെ, ഓൺലൈനിൽ കേട്ടുകൊണ്ടിരിക്കുന്നവരെയും യേശുവെ അങ്ങൊന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥത്തിൽ യേശുവെ അങ്ങയെ ശുശ്രൂഷിക്കുവാൻ അങ്ങ് കർത്താവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഒരു വീട്ടിലിരുന്നപ്പോൾ ഒരു സ്ത്രീ സ്വച്ഛ സ്ഫുട മാംസ തൈലം, എക്സ്പെൻസീവ് ഫ്രാഗ്രൻസ് ഓയിൽ എടുത്ത് കർത്താവെ അങ്ങേമേൽ പൂശി. കർത്താവേ, അത് ഉടനെ ഇരുന്ന ശിഷ്യന്മാർ, യൂദാ പറഞ്ഞു, ഇത് വിറ്റ് പാവപ്പെട്ടവർക്ക് കൊടുക്കാമായിരുന്നല്ലോ. അവൻ പറഞ്ഞത് വേർന്നു കൊണ്ടാണ്, അവൻ കള്ളനായിരുന്നത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ കർത്താവെ, അവൾ ചെയ്തത് അങ്ങേ ശുശ്രൂഷ, ഇവൾ ചെയ്ത ഈ കാര്യം സുവിശേഷം പ്രസംഗിക്കുന്നിടത്തൊക്കെയും പ്രസംഗിക്കപ്പെടും. എന്തുകൊണ്ട്? അവൾ യേശുവെ അങ്ങേക്ക് ശുശ്രൂഷ. അത്രയും പേരുണ്ടായിട്ട് അവർക്കല്ല അവൾ ശുശ്രൂഷ ചെയ്തത്, യേശുവെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തു. കർത്താവെ, ഞങ്ങൾ മനുഷ്യരെ നോക്കിയല്ല, എന്നാൽ അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ, അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കാൻ ഞങ്ങൾക്ക് അങ്ങ് ബലം നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കൃപയ്ക്കായി സ്തോത്രം. അത് ക്രിസ്തയേശുവിൻ നാമത്തിൽ നല്ല സ്വർഗീയ പിതാവേ, ആമേൻ. സ്തോത്രാഴ്ച നമ്മൾ ഓൺലൈനിലാണല്ലോ ഇടുന്നത്. പാട്ട് പാടുന്നത്